മലയാളിയുടെ മനസ്സിൽ വിഷു എന്നത് കേവലം ഒരു ആഘോഷമല്ല, അത് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിന്റെ അടയാളപ്പെടുത്തലാണ്. കണിക്കൊന്നയുടെ പൊൻപ്രഭയും ഓട്ടുരുളിയിൽ നിരത്തിയ കാർഷിക സമൃദ്ധിയും വാൽക്കണ്ണാടിയിൽ തെളിയുന്ന സ്വന്തം മുഖവും ഒരു പുതിയ തുടക്കത്തിന്റെ പ്രഖ്യാപനമാണ്. 2026 വിഷുപ്പുലരി പൂരാടം നക്ഷത്രക്കാർക്ക് ഒരു സുപ്രധാന വഴിത്തിരിവിന്റെ തുടക്കം കൂടിയാണ്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായി കണിക്കൊന്നകൾ പൂത്തുനിൽക്കുന്ന ആ മനോഹരമായ പ്രഭാതത്തിൽ പൂരാടം നക്ഷത്രക്കാർ തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്ന വലിയ മാറ്റങ്ങളെ ആത്മവിശ്വാസത്തോടെ വരവേൽക്കാൻ തയ്യാറെടുക്കുകയാണ്. ധനുരാശിയുടെ കരുത്തും ശുക്രന്റെ ലാവണ്യവും ഒത്തുചേരുന്ന പൂരാടം നക്ഷത്രക്കാർക്ക് 2026 ഈ വിഷുക്കാലം നൽകുന്നത് പുത്തൻ ഉണർവാണ്. നക്ഷത്രമണ്ഡലത്തിലെ അപരാജിതർ അഥവാ ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്തവർ എന്നാണ് പൂരാടം നക്ഷത്രക്കാർ അറിയപ്പെടുന്നത്. ലക്ഷ്യബോധത്തോടെ മുന്നേറുന്ന ഈ നക്ഷത്രക്കാർക്ക് കടന്നുപോയ വർഷങ്ങളിലെ പ്രതിസന്ധികളെയും കഷ്ടപ്പാടുകളെയും കഴുകിക്കളയാൻ ഈ വിഷുക്കണി സഹായിക്കും. ഓട്ടുരുളിയിൽ നിരത്തിവെച്ച കണിവെള്ളരെയും സ്വർണ്ണാഭരണങ്ങളും വാൽക്കണ്ണാടിയും ഒരു പുതിയ ജീവിതക്രമത്തിന്റെ സൂചനകളാണ് ഇവർക്ക് നൽകുന്നത്. 2026 വിഷുബലത്തിലേക്ക് കടക്കുമ്പോൾ പൂരാടം നക്ഷത്രക്കാർ തങ്ങളുടെ സ്വതസിദ്ധമായ പോരാട്ടവീര്യം വീണ്ടെടുക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി തൊഴിൽ രംഗത്തോ സാമ്പത്തിക കാര്യങ്ങളിലോ അനുഭവിച്ചിരുന്ന മന്ദത ഈ വിഷുക്കാലത്തോടെ മാറിത്തുടങ്ങും. കണിക്കൈ നീട്ടം ലഭിക്കുന്ന ആ ശുഭമുഹൂർത്തം മുതൽ നിങ്ങളുടെ കൈവശമെത്തുന്ന ഓരോ ചെറിയ സമ്പാദ്യവും ഭാവിയിലേക്കുള്ള വലിയൊരു നിക്ഷേപത്തിന്റെ വിത്തുകളായി മാറും. ജീവിതയാത്രയിൽ വഴിമുട്ടി നിന്നിടത്ത് നിന്ന് പുതിയ വഴികൾ തെളിയുന്ന അനുഭവമായിരിക്കും ഈ വർഷത്തെ പ്രത്യേകത. പൂരാടം നക്ഷത്രത്തിന്റെ അധിപൻ ആപസ് അഥവാ ജലദേവനാണ്. ഒഴുകുന്ന ജലത്തെ പോലെ തടസ്സങ്ങളെ ഭേദിച്ച് മുന്നേറാനുള്ള കഴിവ് ഇവർക്കുണ്ട്. 2026 ഗ്രഹസ്ഥിതികൾ സൂചിപ്പിക്കുന്നത് ഈ വിഷുവിന് ശേഷം പൂരാടം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരു ശുദ്ധീകരണം നടക്കുമെന്നാണ്. അനാവശ്യ ബന്ധങ്ങൾ, കടബാധ്യതകൾ, മാനസിക വിഷമങ്ങൾ എന്നിവയിൽ നിന്ന് മോചനം നേടി ഒരു തെളിനീരുറവ പോലെ സ്വച്ഛമായ ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളയ്ക്കുന്ന കാലമാണിത്. വീട് പണി പൂർത്തിയാക്കാനോ പുതിയ വാഹനം വാങ്ങാനോ വിദേശ യാത്ര നടത്താനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ വിഷുബലം വലിയ പ്രതീക്ഷകളാണ് നൽകുന്നത്. കുടുംബ ബന്ധങ്ങളുടെ കാര്യമെടുത്താൽ കണിക്കൊന്നയുടെ മഞ്ഞ നിറം പോലെ തിളക്കമുള്ള നിമിഷങ്ങൾ ഈ വർഷം നിങ്ങളെ കാത്തിരിക്കുന്നു. വിട്ടുപോയ ബന്ധങ്ങൾ തിരിച്ചുവരാനും കുടുംബത്തിൽ സമാധാനം കൈവരാനും ഈ കാലയളവ് സഹായിക്കും. നിങ്ങളുടെ വാക്കുകൾക്ക് മറ്റുള്ളവർ വലിയ വില നൽകുന്ന സാഹചര്യമുണ്ടാകും. സാമൂഹികമായ അംഗീകാരവും പദവികളും നിങ്ങളെ തേടിയെത്തും. ആത്മീയമായ ചിന്തകൾ മനസ്സിന് ശാന്തി നൽകുന്നതിനോടൊപ്പം പ്രായോഗിക ജീവിതത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യും. ഈ വിഷുബലത്തിന്റെ അന്തസത്ത എന്നത് അതിജീവനമാണ്. തളർന്നുപോയ ഇടത്തുനിന്ന് ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നുയരാൻ പൂരാടം നക്ഷത്രക്കാർക്ക് സാധിക്കും. വരാനിരിക്കുന്ന 2026 വിഷു മുതൽ 2027 വിഷു വരെയുള്ള കാലയളവ് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ പ്രതിഫലം ലഭിക്കുന്ന വർഷമായിരിക്കും. ആകാശത്തെ നക്ഷത്രങ്ങൾ നിങ്ങളുടെ വിജയത്തിനായി വഴിയൊരുക്കുമ്പോൾ ശുഭാപ്തി വിശ്വാസത്തോടെയും ഈശ്വര ചിന്തയോടെയും മുന്നേറുക. ഈ വിഷുക്കണി നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യത്തിന്റെയും വിജയത്തിന്റെയും പൊൻപ്രഭ ചൊരിയട്ടെ. നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ വർഷം സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും അങ്ങേയറ്റം അനുകൂലമാണ്. നിങ്ങളുടെ കഠിനാധ്വാനം മേലധികാരികൾ തിരിച്ചറിയുകയും അർഹമായ അംഗീകാരം നൽകുകയും ചെയ്യും. പ്രത്യേകിച്ച് ജൂലൈ മാസത്തിന് ശേഷം ജോലിയിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ തേടിയെത്തും. ഇത് തുടക്കത്തിൽ അല്പം സമ്മർദ്ദം ചെലുത്തുമെങ്കിലും നിങ്ങളുടെ കരിയറിലെ ഏറ്റവും വലിയ വളർച്ചയ്ക്ക് ഇത് കാരണമാകും. പഠനം കഴിഞ്ഞ് ജോലി കാത്തിരിക്കുന്ന യുവതി യുവാക്കൾക്ക് ഈ വിഷുക്കാലം വലിയ പ്രതീക്ഷകൾ നൽകുന്നു. സർക്കാർ ജോലിക്കായി തയ്യാറെടുക്കുന്നവർക്ക് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. പ്രത്യേകിച്ച് മെഡിക്കൽ, IT, ടീച്ചിംഗ് മേഖലയിലുള്ളവർക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് മികച്ച അവസരങ്ങൾ ലഭിക്കും. സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന പൂരാടം നക്ഷത്രക്കാർക്ക് 2026 വിപുലീകരണത്തിന്റെ വർഷമാണ്. പുതിയ ശാഖകൾ തുടങ്ങാനോ നിലവിലുള്ള ബിസിനസ്സിൽ പുതിയ സാങ്കേതിക വിദ്യകൾ നടപ്പിലാക്കാനോ സാധിക്കും. പാർട്ണർഷിപ്പ് ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇടയ്ക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ അത് ചർച്ചകളിലൂടെ പരിഹരിക്കാൻ സാധിക്കും. ഒക്ടോബർ മാസത്തോടെ ബിസിനസ്സിൽ വലിയൊരു സാമ്പത്തിക ലാഭം കൊയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. വിപണിയിലെ മത്സരങ്ങളെ അതിജീവിച്ച് സ്വന്തമായ ഒരു ബ്രാൻഡ് മൂല്യം സൃഷ്ടിക്കാൻ ഈ കാലയളവ് സഹായിക്കും. വിഷുക്കണി പോലെ തന്നെ പ്രകാശപൂർണമായിരിക്കും പൂരാടം നക്ഷത്രക്കാരുടെ 2026 സാമ്പത്തിക സ്ഥിതി. പണത്തിന്റെ ഒഴുക്ക് വർദ്ധിക്കുമെങ്കിലും അതെങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ ഭാവി. ഒന്നിലധികം മാർഗങ്ങളിലൂടെ പണം കൈവശം വന്നു ചേരും. ശമ്പളത്തിന് പുറമെ കമ്മീഷൻ, ബോണസ് അല്ലെങ്കിൽ സൈഡ് ബിസിനസ്സുകളിൽ നിന്നുള്ള ലാഭം എന്നിവ നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കും. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി തടസ്സപ്പെട്ട് കിടന്ന കുടിശ്ശികകൾ ഈ വർഷം തിരികെ ലഭിക്കും. പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അവസാനിക്കുകയും അതിൽ നിന്ന് നിങ്ങൾക്ക് അർഹമായ വിഹിതം ലഭിക്കുകയും ചെയ്യും. കയ്യിൽ പണം വരുമ്പോൾ അത് ആഡംബരങ്ങൾക്കായി ചെലവഴിക്കാനുള്ള പ്രവണത പൂരാടം നക്ഷത്രക്കാരിൽ കൂടുതലാണ്. എന്നാൽ ഈ വർഷം അല്പം നിയന്ത്രണം ആവശ്യമാണ്. കുടുംബത്തിലെ ശുഭകാര്യങ്ങൾക്കായി വലിയൊരു തുക നീക്കിവെക്കേണ്ടി വരും.
ഭൂമിയിലോ സ്വർണത്തിലോ നിക്ഷേപിക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ വലിയ ലാഭം നൽകും. ചിട്ടി, ഇൻഷുറൻസ് തുടങ്ങിയവയിൽ ചേരുന്നത് ഭാവി സുരക്ഷിതമാക്കാൻ സഹായിക്കും. സെപ്റ്റംബർ മാസത്തിന് ശേഷം പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നത് ഏറ്റവും ഉചിതമായിരിക്കും. പഴയ കടങ്ങൾ തീർക്കാൻ സാധിക്കുന്നത് ഈ വർഷത്തെ ഏറ്റവും വലിയ ആശ്വാസമായിരിക്കും. ബാങ്ക് ലോണുകൾക്കായി അപേക്ഷിച്ചവർക്ക് എളുപ്പത്തിൽ അത് അനുവദിച്ചു കിട്ടും. എങ്കിലും മറ്റുള്ളവർക്ക് ജാമ്യം നിൽക്കുന്നതും വലിയ തുകകൾ കടം കൊടുക്കുന്നതും ഈ വർഷം ഒഴിവാക്കേണ്ടതാണ്. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു അന്തരീക്ഷമായിരിക്കും 2026 വിഷുക്കാലം സമ്മാനിക്കുന്നത്. ബന്ധങ്ങളിലെ വിള്ളലുകൾ മായുകയും സ്നേഹം ദൃഢമാവുകയും ചെയ്യും. വിവാഹിതരായ പൂരാടം നക്ഷത്രക്കാർക്ക് പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാകും. ദമ്പതികൾ തമ്മിലുണ്ടായിരുന്ന ചെറിയ പിണക്കങ്ങളും സംശയങ്ങളും ഈ വർഷം അവസാനിക്കും. പങ്കാളിയുടെ ഭാഗത്തു നിന്നുള്ള സാമ്പത്തിക സഹായമോ കരിയറിലെ വളർച്ചയോ നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും. ദീർഘകാലമായി സന്താനഭാഗ്യം കാത്തിരുന്ന ദമ്പതികൾക്ക് ഈ വർഷം സന്തോഷ വാർത്ത കേൾക്കാൻ സാധിക്കും. കുടുംബത്തോടൊപ്പം ഉല്ലാസയാത്രകൾ നടത്താനും മനോഹരമായ നിമിഷങ്ങൾ പങ്കുവെക്കാനും അവസരമുണ്ടാകും. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ ഈ വർഷം പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് മനസ്സിന് വലിയ സംതൃപ്തി നൽകും. സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന തർക്കങ്ങൾ മുതിർന്നവരുടെ ഇടപെടലിലൂടെ പരിഹരിക്കപ്പെടും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. ബന്ധുക്കൾക്കിടയിൽ നിങ്ങളുടെ പ്രശസ്തി വർദ്ധിക്കും. പ്രണയിക്കുന്നവർക്ക് അവരുടെ ബന്ധം വിവാഹത്തിലേക്ക് എത്തിക്കാൻ അനുകൂലമായ സമയമാണ് ഈ വിഷുക്കാലം. വീട്ടുകാരുടെ സമ്മതം ഈ വർഷം ലഭിക്കും. വിവാഹം ആലോചിക്കുന്ന പൂരാടം നക്ഷത്രക്കാർക്ക് ജൂൺ മാസത്തിന് ശേഷം അനുയോജ്യമായ ആലോചനകൾ വരികയും വർഷാവസാനത്തിന് മുൻപ് വിവാഹം നടക്കുകയും ചെയ്യും. പൂരാടം നക്ഷത്രക്കാർ പൊതുവെ ഈശ്വരവിശ്വാസികളാണെങ്കിലും ജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ ആത്മീയതയ്ക്ക് സമയം കണ്ടെത്താൻ പ്രയാസപ്പെടാറുണ്ട്. എന്നാൽ 2026 ആത്മീയമായ ഉണർവിന്റെ വർഷമാണ്. ഈ വർഷം നിങ്ങൾ കൂടുതൽ ആത്മീയ കാര്യങ്ങളിലേക്ക് ആകൃഷ്ടരാകും. വായനയിലൂടെയും എഴുത്തിലൂടെയും പുതിയ അറിവുകൾ നേടും. മനസ്സിന്റെ അസ്വസ്ഥതകൾ മാറാൻ ധ്യാനം, യോഗ എന്നിവ ജീവിതത്തിന്റെ ഭാഗമാകും. കുറെ കാലമായി മനസ്സിനുള്ളിൽ കൊണ്ടു നടക്കുന്ന തീർത്ഥയാത്രകൾ ഈ വർഷം സഫലമാകും. ശബരിമല, ഗുരുവായൂർ, മൂകാംബിക തുടങ്ങിയ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ സാധിക്കും. ദൂരദേശങ്ങളിലുള്ള ക്ഷേത്ര ദർശനം മനസ്സിന് വലിയ സമാധാനവും പോസിറ്റീവ് എനർജിയും നൽകും. കുലദൈവ പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ഈ വർഷം സമയം കണ്ടെത്തുക. അത് വലിയ പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങളെ സഹായിക്കും. മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ നിങ്ങൾ വലിയ ആനന്ദം കണ്ടെത്തും. അനാഥാലയങ്ങളിലോ ആശുപത്രികളിലോ സഹായം എത്തിക്കുന്നത് വഴി പുണ്യം നേടും. നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ആശ്വാസമായി മാറും. ഈ സേവന മനോഭാവം സമൂഹത്തിൽ നിങ്ങളുടെ മാന്യത വർദ്ധിപ്പിക്കും. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ സമ്മിശ്ര ഫലങ്ങളാണ്. ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ അസ്ഥിവേദനയോ ഇടയ്ക്ക് അലട്ടിയേക്കാം. ജലദോഷം, പനി തുടങ്ങിയ സീസൺ രോഗങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ശ്രദ്ധിക്കുക. കൃത്യമായ ഭക്ഷണക്രമവും ഉറക്കവും ശീലമാക്കുക. വായനയും സംഗീതവും മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും. വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണം. വിദ്യാർത്ഥികൾക്ക് ഈ വർഷം മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് ഉന്നത വിജയം ഉറപ്പാണ്. ഗവേഷണ രംഗത്തുള്ളവർക്ക് പുതിയ കണ്ടെത്തലുകൾ നടത്താനും പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാനും അവസരം ലഭിക്കും. ഉപരിപഠനത്തിനായി ദൂരദേശങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമായ സാഹചര്യങ്ങൾ ഒത്തുവരും. കലാകായിക രംഗങ്ങളിൽ കഴിവുകൾ ഉള്ളവർക്ക് സംസ്ഥാന ദേശീയ തലങ്ങളിൽ അംഗീകാരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. സ്വന്തമായി ഒരു വീട് പണിയണം അല്ലെങ്കിൽ ഫ്ളാറ്റ് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന പൂരാടം നക്ഷത്രക്കാർക്ക് 2026 പകുതിയോടെ അതിനുള്ള വഴി തെളിയും. നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ പണികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കും. പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ ഉചിതമാണ്. സമൂഹത്തിൽ നിങ്ങൾക്ക് വലിയ ആദരവ് ലഭിക്കുന്ന വർഷമാണിത്. ക്ലബ്ബുകളിലോ സംഘടനകളിലോ നേതൃസ്ഥാനത്തേക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് കുടുംബത്തിലും സുഹൃത്തുക്കൾക്കിടയിലും വലിയ പ്രാധാന്യം ലഭിക്കും. തർക്കങ്ങളിൽ മധ്യസ്ഥത വഹിക്കാനും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും നിങ്ങൾ മുൻകൈയെടുക്കും. മേടമാസം പുതിയ പ്രോജക്റ്റുകൾ തുടങ്ങാൻ അനുയോജ്യം. സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയിലായിരിക്കും. ചെറിയ യാത്രകൾ ആവശ്യമായി വരും. പൂരാടം നക്ഷത്രക്കാർ പൊതുവെ ധൃതി കാണിക്കുന്നവരാണ്. എന്നാൽ 2026 ക്ഷമയോടെയുള്ള സമീപനം വലിയ വിജയങ്ങൾ കൊണ്ടുവരും. സംസാരിക്കുമ്പോൾ മറ്റുള്ളവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താതെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ നർമ്മബോധം ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അനാവശ്യ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുന്നത് സമയലാഭമുണ്ടാക്കും. നക്ഷത്രാധിപനായ ശുക്രനെ പ്രീതിപ്പെടുത്താൻ വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തുക. മഹാവിഷ്ണുവിനെ ഭജിക്കുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. 2026 വിഷു മുതൽ പൂരാടം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പുതിയൊരു പ്രഭാതം വിരിയുകയാണ്. കഴിഞ്ഞ കാലത്തെ പോരായ്മകൾ തിരുത്തി വരാനിരിക്കുന്ന അവസരങ്ങളെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുക. കരിയറിലും സാമ്പത്തികത്തിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉയരങ്ങളിലെത്താൻ ഈ വർഷം നിങ്ങളെ സഹായിക്കും. സ്നേഹനിധിയായ പങ്കാളിയും താങ്ങായി നിൽക്കുന്ന കുടുംബവും നിങ്ങളുടെ കരുത്തായി മാറും. മനസ്സിന്റെ ശാന്തിയും ശരീരത്തിന്റെ ആരോഗ്യവും നിലനിർത്തിക്കൊണ്ട് ഈശ്വരവിശ്വാസത്തോടെ മുന്നോട്ടു പോവുക. കണിക്കുന്നയുടെ മഞ്ഞ നിറം പോലെ നിങ്ങളുടെ ജീവിതം ഐശ്വര്യപൂർണ്ണമാകട്ടെ.